ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ എപ്പിസോഡ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ന്യൂ ഇയറിൻ്റെ പാർട്ടി നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ദേ ആ ഒരു കന്നഡയിലാണ് വർത്തമാനം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ അവള് ആ പച്ച ഗ്രീൻ ഡ്രസ്സ് ഇട്ട ആളാണ് ഇതിൻ്റെ ആങ്കർ. ഇത് ടോട്ടല് നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് പിള്ളേരെ വിളിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും 50 രൂപ വെച്ചിട്ടു പിരിവിട്ട്. പിന്നെ എന്നിട്ട് ഒരു കുറച്ച് പിള്ളേരെ കൊണ്ട് കളിപ്പിക്കുക ഗെയിംസ്. അത് തന്നെ നമ്മളും കളിച്ചു കുറേ ഗെയിംസ്. പിന്നെ അവർ ഡാൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു കേക്ക് പീസ്. പിന്നെ എന്നിട്ട് കേക്കും പിന്നെ സമൂസയും പിന്നെ ഒരു ജ്യൂസ് പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ പിന്നെ ഒരു ചിപ്സ്. അങ്ങനെയായിരുന്നു നമ്മുടെ പാർട്ടി. അത്ര വലിയ പാർട്ടി ഒന്നും അല്ലെങ്കിലും ന്യൂ ഇയറിൻ്റെ പാർട്ടി നേരം വൈകി. ഞാൻ വീഡിയോ ഇടാൻ നേരം വൈകി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെയൊന്നും നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആ ന്യൂ ഇയറിൻ്റെ അന്ന് ഇടൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് കറക്റ്റ് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത്. അതും ന്യൂ ഇയറിൻ്റെ രാത്രിയൊന്നും അല്ല കേട്ടോ നമ്മളെടുത്തത്. 1-ാം തീയതി വൈകുന്നേരമാണ് ശരിക്കും ഇത് നടന്നത്. അപ്പോൾ അതേ ആ പിള്ളേർ ഗെയിം കളിക്കുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്നത് സോഹൻ, അവിടെ അപ്പുറത്ത് നമ്മുടെ ലച്ചു മോള്. അപ്പോൾ രണ്ടുപേരും ഗെയിം കളിച്ചോണ്ടിരിക്കണം. ബലൂൺ അതെ ലച്ചു ജയിച്ചിട്ടാ. അപ്പോൾ ലച്ചു വിന്നറായിരിക്കണം ഇതിൽ. ഇനി അടുത്ത സെറ്റ് ഓഫ് രണ്ട് ഗ്രൂപ്പുകളായിട്ടായിരിക്കും തന്നെയാണ് മത്സരിക്കുന്നത് 2 പേരുടെ. അപ്പം ഇനി നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെയാണ് കേട്ടോ വിളിച്ചേക്കണത്. അവർക്ക് ബലൂണൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സൈഡിൽ നിൽക്കുന്ന ഗ്ലാസ് ഇട്ട ആൾ സമൃദ്ധ്, ഇപ്പുറത്ത് അഭിജ്ഞ. സമൃദ്ധ് പറയുന്നുള്ളൂ കേട്ടോ അവർ. അപ്പോൾ അവരുടെ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമൻറ്റ് തന്നുകൊണ്ടിരിക്കാം കേട്ടോ. ഗെയിമിൽ നമ്മുടെ സമൃദ്ധ് ജയിച്ചു. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ ബിന്ദു, ഉപേക്ഷ. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഗെയിം കാണാം. അപ്പം അടുത്ത സെറ്റിൽ ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ഞാനും നമ്മുടെ ആങ്കർ അനുഷ എന്നാണ് അവളുടെ പേര്. പാനിപ്പൂരി ചലഞ്ച് കണ്ടിട്ടുണ്ടാവും. അവളും ഞാനുമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സൈസിന് പറ്റിയ ആൾക്കാർ. അപ്പം ഞങ്ങളുടെ കുറേ പ്രാവശ്യം അത് കാറ്റുകൊണ്ട് പോയിട്ടാന്ന് വെച്ചാൽ അവളുടെ സൈഡിൽ നിന്നാണ് കാറ്റ് വരുന്നുണ്ടായിരുന്നത് കൂടുതൽ. കുറേ പ്രാവശ്യം സൈഡിൽ പോയി. നമ്മളത് കണ്ടില്ലായിരുന്നു വീഡിയോയിൽ. അത് കാരണം പിന്നെയും കളിക്കാൻ പറഞ്ഞ് പിന്നെയും വെച്ചേക്കാണ് കേട്ടോ. അവള് ചീത്ത അറിഞ്ഞോണ്ടിരിക്കുന്നു. കാറ്റ് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല കേട്ടാ. കാറ്റിട ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചേരെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടാ. എവിടെ എന്നാലും 8 നില പൊട്ടി ഞാൻ. നെക്സ്റ്റ് സെറ്റ് ഓഫ് ആൾക്കാർ വന്നിരിക്കുന്നത് ഹർഷിത, ഇത് രമ്യ, ഇത് അനുഷയുടെ ചേച്ചിയാണ്. അപ്പോൾ അവർ രണ്ടുപേരാണ് ഇനി മത്സരിക്കുന്നത്. നമുക്ക് ഇനി ഇവരുടെ മത്സരം നോക്കാം അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ ഹർഷിത ജയിച്ചു. blow ಮಾಡಿ balloon. Oh! Jayant
അപ്പോൾ അതേ അതിൽ നമ്മുടെ ജയന്ത് ജയിച്ചിരിക്കുകയാണ്. അടുത്ത ഞാനും ഇനിയൊരു കുട്ടിയും കൂടി ഉണ്ട്, ചന്ദ്രു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനും ഞാനും കൂടി മത്സരിക്കാൻ പോവാണ് കേട്ടോ. അവന് പെയറായിട്ട് ആരുണ്ടായില്ല. അപ്പം പിന്നെ ഞാൻ എന്തായാലും മറ്റേതിൽ തോറ്റല്ല. അപ്പം ഇതിൽ ജയിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയേക്കണത് കേട്ടോ. നമുക്കിനി ഞങ്ങളുടെ രണ്ടുപേരും മത്സരം നോക്കാം. അതിലപ്പോൾ നമ്മൾ വിജയകരമായി ഞാൻ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഗെയിമിൽ തുടങ്ങുകയാണ്. അത് വായിൽ ബലൂൺ വെച്ചിട്ട് വീർപ്പിച്ച് ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ച് വീർപ്പിച്ചിട്ട് ആ ഗ്ലാസ് കൊണ്ടുവന്ന് ഈ ചെയറിൽ വെക്കണം. അതുപോലെ 6 എണ്ണം ചെയ്യണം എന്നാണ് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന അതേ പേരുകൾ തന്നെയാണ് കേട്ടോ എപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവൾക്ക് അഭിനയ്ക്ക് തീരെ പറ്റില്ല, അതിൽ വെച്ച് ഊതാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് അവൾ നിൽക്കുന്നത്. അവൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് മാത്രം 3 ഉണ്ടാക്കി, ബാക്കിയുള്ളവർക്കൊക്കെ 6 ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ സമൃദ്ധ തന്നെ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അടുത്ത ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഗ്രൂപ്പിൽ ഉപ്പിയും ബിന്ദുവും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താവും നോക്കാം നമുക്ക്. അപ്പോൾ അടുത്തത് നമ്മുടെ മ്യൂസിക്കൽ ചെയറാണ് കേട്ടോ മത്സരം. അപ്പോൾ അത് പിള്ളേർ സെറ്റിൻ്റെയാണ് ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വലിയവരെ നടക്കും. അപ്പം അത് കണ്ടിട്ടായോ കേട്ടോ.
അപ്പോൾ ദേ നമ്മൾ ലാസ്റ്റ് ദേ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസും പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ നമ്മൾ മേടിച്ചൊക്കെ വെച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ജോളിയായിട്ട് പിരിഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ഈ ന്യൂ ഇയർ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായിട്ട് പിന്നെയും കാണാം. ബൈ.